ചിക്കൻ ഫ്രൈഡ് റൈസ് റെസിപ്പി. ആവശ്യമായ ചേരുവകൾ: അരി വേവിക്കുവാൻ ബാസ്മതി അരി 2 കപ്പ്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് അര ടീസ്പൂൺ, എണ്ണ 1 ടീസ്പൂൺ. ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ: ചിക്കൻ 250 ഗ്രാം ചെറിയ കഷണങ്ങൾ, മുളകുപൊടി അര ടീസ്പൂൺ, കുരുമുളകുപൊടി അര ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങാനീർ 1 ടീസ്പൂൺ. പച്ചക്കറികൾ: സവാള 1 വലുത് നീളത്തിൽ അരിഞ്ഞത്, കാരറ്റ് 1 ചെറുതായി അരിഞ്ഞത്, ബീൻസ് 8 എണ്ണം ചെറുതായി അരിഞ്ഞത്, കാബേജ് അര കപ്പ്. മറ്റു ചേരുവകൾ: മുട്ട 2, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ നന്നായി അരിഞ്ഞത്, സോയ സോസ് 1/2 ടേബിൾ സ്പൂൺ, വിനാഗിരി അര ടീസ്പൂൺ, കുരുമുളകുപൊടി 1 ടീസ്പൂൺ, എണ്ണ 3 ടേബിൾ സ്പൂൺ. സ്പ്രിംഗ് ഓണിയൻ അലങ്കാരത്തിന്. തയ്യാറാക്കുന്ന വിധം: ഘട്ടം 1 അരി പാകം ചെയ്യൽ. അരി നന്നായി കഴുകി 20 മിനിറ്റ് നനയ്ക്കുക. പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഉപ്പ്, അല്പം എണ്ണ ചേർക്കുക. അരി ചേർത്ത് വേവിക്കുക. അരി കുഴയാതെ വേവിച്ചാൽ വെള്ളം വാർത്ത് തണുപ്പിക്കാൻ പരത്തിവെക്കുക. തണുത്ത അരിയാണ് ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ലത്. ഘട്ടം 2 ചിക്കൻ തയ്യാറാക്കൽ. ചിക്കനിലേക്ക് മുളകുപൊടി, കുരുമുളകുപൊടി, ഉപ്പ്, നാരങ്ങാനീർ ചേർത്ത് നന്നായി പുരട്ടുക. 10 മുതൽ 15 വരെ മിനിറ്റ് വെക്കുക. പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി ചിക്കനിട്ട് ഗോൾഡൻ നിറം വരുന്നതുവരെ വറുത്തെടുക്കുക. മാറ്റിവെക്കുക. ഘട്ടം 3 മുട്ട തയ്യാറാക്കൽ. അതേ പാനിൽ അല്പം എണ്ണ ചേർക്കുക. മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി സ്ക്രാമ്പിൾ ആക്കുക. മാറ്റിവെക്കുക. ഘട്ടം 4 പച്ചക്കറികൾ വഴറ്റൽ. പാനിൽ ബാക്കി എണ്ണ ചേർക്കുക. വെളുത്തുള്ളി ആദ്യം വഴറ്റുക. സവാള ചേർത്ത് അല്പം മൃദുവാകുന്നതുവരെ വഴറ്റുക. കാരറ്റ്, ബീൻസ്, കാബേജ് എന്നിവ ചേർത്ത് ഉയർന്ന തീയിൽ 2 മുതൽ 3 വരെ മിനിറ്റ് വഴറ്റുക. ഘട്ടം 5 എല്ലാം ചേർക്കൽ. വഴറ്റിയ പച്ചക്കറികളിലേക്ക് വറുത്ത ചിക്കൻ ചെറുതായി അരിഞ്ഞതും മുട്ടയും ചേർക്കുക. പാകം ചെയ്ത അരി ചേർത്ത് സാവധാനം ഇളക്കുക. സോയ സോസ്, വിനാഗിരി, കുരുമുളകുപൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉയർന്ന തീയിൽ 2 മുതൽ 3 വരെ മിനിറ്റ് വറുത്ത് നല്ല സുഗന്ധം വന്നാൽ തീ ഓഫ് ചെയ്യുക. ഘട്ടം 6 വിളമ്പൽ. മുകളിൽ സ്പ്രിംഗ് ഓണിയൻ വിതറി ചൂടോടെ വിളമ്പുക. ചിക്കൻ മഞ്ചൂരിയൻ, ചില്ലി ചിക്കൻ കൂടെ ചേർത്താൽ കൂടുതൽ രുചിയാകും. പ്രത്യേക കുറിപ്പുകൾ: അരി ഒട്ടിപ്പോകാതിരിക്കാൻ പൂർണ്ണമായി തണുത്തതാകണം. കൂടുതൽ രുചിക്ക് അല്പം എണ്ണ ചേർക്കാം. തീ എപ്പോഴും ഉയർന്നതായിരിക്കണം.